സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഓണക്കാല ആനുകൂല്യ വിതരണം രണ്ടാം ഘട്ടം നാളെ മുതൽ സംസ്ഥാനത്തെ ആരംഭിക്കും. കുടിശ്ശിക ഉൾപ്പെടെയുള്ള ധനസഹായമാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓണക്കാലത്ത് എത്തിച്ചേരുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഓണത്തോടനുബന്ധിച്ചുള്ള ധനസഹായ വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. 59 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന 26 ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവ ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരാൻ കഴിഞ്ഞു. എന്നാൽ കൈകൾ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ഇതുവരെയും തുക എത്തിച്ചേർന്നിട്ടില്ല. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വിതരണം സജീവമാകും. പെൻഷൻ തുകയുടെ വിതരണം സജീവമാകുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 3000 രൂപയിലേക്ക് ഉയർത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്നതിലേക്കായി 1705 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം DBT സംവിധാനമായി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. 7 ലക്ഷത്തോളം വരുന്ന NCPS വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം രണ്ടാം ഘട്ടമായി സംസ്ഥാന വിഹിതങ്ങളുടെ വിതരണത്തിന് ശേഷം ആരംഭിക്കുന്നതാണ്. സംസ്ഥാന വിഹിതം മാത്രം ചേർത്ത് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പൂർണ്ണമായും തുക എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും സംസ്ഥാനത്തെ സജീവമായിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷന് പുറമെ വിവിധ മേഖലയിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആശ്വാസകിരണം പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് 600 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകിരണം പദ്ധതിയിലെ സാധ്യത തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. ആശാപ്രവർത്തകർക്ക് 1450 രൂപ ബോണസ് അനുവദിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് 53 കോടി രൂപ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ വീതം പ്രഖ്യാപിച്ചു. ഓണക്കിറ്റ് വിതരണത്തിന് പോരായ്മകളില്ല എന്നും സൗജന്യ കിറ്റ് വിതരണം പുരോഗമിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി.